നമസ്കാരം. യുവാവിനെ വെട്ടിക്കൊന്ന അരമണിക്കൂറിനുള്ളിൽ കൊല്ലത്ത് വീണ്ടും ആക്രമണം. നടന്നു പോകുന്ന യുവാവിനെയും വെട്ടി. നോക്കാം വിശദമായി. കൊല്ലത്ത് അരമണിക്കൂർ വ്യത്യാസത്തിൽ രണ്ടിടങ്ങളിലാണ് ഇന്ന് ആക്രമണം നടന്നത്. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. കരുനാഗപ്പള്ളി താച്ചിയിൽ മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത് എന്നാണ് സൂചന. വധശ്രമക്കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സന്തോഷ്. ഇന്ന് പുലർച്ചെ 2:15 ആക്രമണം നടന്നിരിക്കുന്നത്. വീട്ടിൽ അമ്മയും സന്തോഷും മാത്രമാണ് ഉണ്ടായിരുന്നത്. കാറിലെത്തിയ സംഘമാണ് വീട്ടിൽ കയറി ആക്രമിച്ചത്. ഇവർ മുഖംമൂടി ധരിച്ചിരുന്നു എന്നാണ് വിവരം. 2014 പങ്കജ് എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകമാണോ നടന്നിരിക്കുന്നത് എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സന്തോഷിന്റെ കാൽ പൂർണ്ണമായും വെട്ടിമാറ്റിയ നിലയിലായിരുന്നു. രക്തം വാർന്ന് കിടന്നിട്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പ്രാഥമിക നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതേസമയം ഓച്ചിറയിലും ആക്രമണം നടന്നിട്ടുണ്ട്. വവ്വാക്കാവിൽ അനീർ എന്ന യുവാവിനെയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അനീറിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുലർച്ചെ 2:30 ഈ സംഭവം നടന്നിരിക്കുന്നത്. കാറിലെത്തിയ സംഘം തന്നെയാണ് യുവാവിനെ ആക്രമിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കരുനാഗപ്പള്ളി താച്ചയിൽ മുക്കിലുണ്ടായ ആക്രമണത്തിന്റെ തുടർച്ചയാണോ ഇവിടെ സംഭവിച്ചത് എന്ന സംശയമുണ്ട്. അതേ സംഘം തന്നെയാണ് അനീറിനെയും ആക്രമിച്ചത് എന്ന സൂചനകൾ പുറത്ത് വരികയുമാണ്. അരമണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. സുഹൃത്തിനൊപ്പം നടന്നു പോകുമ്പോഴാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതേസമയം ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗുണ്ട കുടിപ്പക എന്നാണ് പോലീസ് പ്രാഥമികമായി സംശയം പങ്കുവയ്ക്കുന്നത്. ഇതിനിടെ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകന് കുത്തേറ്റിട്ടുണ്ട്. കുമാരപുരം സ്വദേശി പ്രവീണിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്താണ് ഈ സംഭവം നടന്നത്. കുമാരപുരത്ത് പൊതുജനം ലേനിൽ വെച്ചാണ് ആക്രമണം നടന്നത്. വഴിയരികിൽ ഇരുന്ന് മദ്യപിക്കുകയായിരുന്ന 2 പേരെ പ്രവീൺ ചോദ്യം ചെയ്തിരുന്നു. അത് പിന്നീട് തർക്കമായി ഇത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് വിവരം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അക്രമികളിൽ ഒരാൾ ഇതിനോടകം പിടിയിലുമായി.